ഒന്നിലായ സഹോദര വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, രക്ഷാകരമായ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആഴ്ചകളിൽ പ്രത്യേകമായി തോമാസ് സ്ലീഹായുടെ ഓർമ്മ കൊണ്ടാടപ്പെടുന്ന സമയം കൂടിയാണ്. ഓരോ ഉയർപ്പും നമ്മെ സംബന്ധിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമാണ്. പ്രതിസന്ധികളുടെ വലിയ പാറക്കെട്ടുകളുടെ മുമ്പിൽ കർത്താവിനെ സ്നേഹിച്ചതായ സ്ത്രീജനങ്ങൾ, അമ്മയുൾപ്പെടെയുള്ള മഗ്ദലക്കാരി മറിയം ഉൾപ്പെടെയുള്ളവർ പ്രതികൂലതകൾക്ക് തരണം ചെയ്യുവാൻ കർത്താവിൻ്റെ ഉയർപ്പ് സാധ്യമാകുമെന്ന് പഠിപ്പിച്ച ഓർമ്മപ്പെടുത്തിയ ദിനങ്ങളാണ്. ഈ ദിനങ്ങൾ നമ്മെ സംബന്ധിച്ചും അപ്രകാരം നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയെ സംബന്ധിച്ച് ഇന്നും നാളെയുമായി വിശുദ്ധനായ തോമാസ് സ്ലീഹായുടെ ഓർമ്മ കൊണ്ടാടപ്പെടുന്ന സമയമാണ്. ഈ വിശുദ്ധന്റെ ഓർമ്മയിൽ കൊണ്ടാടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പിതാവ് കാണിച്ചെന്ന മാർഗത്തെ കൂടുതൽ സ്വാംശീകരിക്കുവാനും അതനുസരിച്ച് നമ്മെ കൂടുതലായി ബലപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുന്നാളുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ എളുപ്പമാണ്. എല്ലാ മേഖലകളിലും പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ കടന്നു പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആരുടെ ഓർമ്മയാണോ നമ്മൾ കൊണ്ടാടുന്നത്, ആ പിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വാംശീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തത്, അപ്രകാരം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട്, ഈ പെരുന്നാൾ കൊണ്ട് എനിക്ക് സാധ്യമാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമത്, അപ്രകാരം ചിന്തിക്കണമെങ്കിൽ ആഘോഷപരമായ പെരുന്നാളുകളല്ല, പെരുന്നാളിൻ്റെ വ്യാപ്തി അനുതാപത്തിൻ്റെ അനുഭവത്തിലാകണം. വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആഘോഷങ്ങളല്ല, അനുതാപമാണ് ഉണ്ടാകേണ്ടത് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ കൂടുതലായി ക്രിസ്തുവിനോട് ചേർത്ത് വായിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വായിച്ചേണ്ട വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ദുഃഖം തോന്നാറുണ്ട്. കർത്താവ് ലോകത്തിന് വെളിച്ചമാണെന്നും ഞാൻ സ്നേഹമാണെന്നും ഞാൻ ലോകത്തിന് ഉപ്പാകുന്നുവെന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബന്ധങ്ങളുടെ തകർച്ചകളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അപ്പൻ മകനെതിരെയും, അമ്മ അല്ലെങ്കിൽ മകൾ അമ്മയ്ക്കെതിരെയും, അമ്മായി അമ്മക്കെതിരെ മരുമകളും ഒക്കെ ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന കുടുംബ സാന്നിധ്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങപ്രകാരമുള്ളതല്ല. കർത്താവിനോട് ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് അവിടെ മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിനോട് കൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇന്നലെ വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറയുവാൻ കാരണം, കർത്താവിനോടൊപ്പം ജീവിക്കുമ്പോൾ സഹനങ്ങളും കുരിശും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ലോകം തരുന്നതായ സമാധാനമോ ഈ ലോകം തരുന്ന സൗഭാഗ്യങ്ങളോ ഒന്നും നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിനോട് ചേരുമ്പോൾ അത് ചവറെന്നെണ്ണുവാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ഇവയൊക്കെയും എനിക്ക് ചവറെന്നെണ്ണുവാൻ സാധിച്ചു എന്ന്. ക്രിസ്തുവിനോട് ചേരുമ്പോൾ ലോകപരമായ സമാധാനമല്ല, ക്രിസ്തു നൽകുന്നതായ അനുഗ്രഹമാണ് പലപ്പോഴും നമ്മെ ശക്തീകരിക്കേണ്ടത്, ബലപ്പെടുത്തേണ്ടത്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ
ഇന്നലെ വരെ ഞാൻ കൊണ്ടു നടന്ന പലതിനെയും ഉപേക്ഷിച്ച് എൻ്റെ ക്രിസ്തുവിനോട് ചേരുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്. രണ്ടാമത് കർത്താവ് പറയാണ്, അപ്രകാരം നീ മാറ്റണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ നീ അറിയണമെന്ന്. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ നീ അറിയണമെന്നതിന് അർത്ഥമാകുന്നതാണ് കർത്താവിൻ്റെ മുറിവിനെ അറിയണമെന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ മുറിവിനെ അറിയാത്തവനൊന്നും സഹനങ്ങളെ അനുഗ്രഹമായി കാണുവാൻ സാധ്യമാകുകയില്ല. ജീവിതത്തിലെ ദുഃഖങ്ങളും ജീവിതത്തിലെ ഞെരുക്കങ്ങളുമൊക്കെയും കർത്താവിന് നൽകുന്നതായ, കർത്താവിനോട് ചേരുവാനുള്ളതായ നിയോഗമാണ് എങ്കിൽ എങ്ങനെയാണ് ആ സഹനങ്ങളെ നമുക്ക് ബൈപ്പാസ് ചെയ്യുവാൻ സാധ്യമാകുക? രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ജീവിതത്തിലെ കുരിശുകൾ, ജീവിതത്തിലെ സഹനങ്ങൾ എന്നെ ക്രിസ്തുവിൻ്റെ രക്തവുമായി എന്നെ അലിയിപ്പിക്കുന്നതായ പന്ഥാവാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാവ് പറയാണ്, അപ്രകാരം നിന്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ 3 പേരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്. 1 പ്രവാചകൻ, 2 നീതിമാൻ, 3 ശിഷ്യൻ. ഇവർ 3 പേരും ആരാണെന്ന് കർത്താവ് പറയാണ്. നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നുവെങ്കിൽ ഒരു പ്രവാചകന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരാണ് പ്രവാചകൻ? ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജനത്തോട് വിളിച്ചു പറയുവാൻ, ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ, നിലപാടോടുകൂടി വിളിച്ചു പറയുവാൻ സാധിക്കുന്നവനാണ് ഓരോ പ്രവാചകന്മാർ. പഴയ നിയമ ചരിത്രത്തിലായാലും പുതിയ നിയമ ചരിത്രത്തിലായാലും പ്രവാചകന്മാർ ദൗത്യം പാപാനുഭവങ്ങൾക്ക് എതിരെ ശബ്ദിക്കുവാനും, അത് രാജാവാണെങ്കിലും സമൂഹത്തിൽ പ്രബലന്മാരാണെങ്കിലും അവരോട് കൈവിരൽ ചൂണ്ടി സംസാരിക്കുവാൻ സാധിച്ചിരുന്നവരാണ് പ്രവാചകന്മാർ. ആ പ്രവചന ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സഭയിലായാലും സമൂഹത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും നമ്മൾ വ്യക്തിപരമായി ക്രിസ്തുവിനോട് ചേരുമ്പോൾ നീ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുവാൻ ആർജവത്തിന്റെ അനുഭവം ഉണ്ടാകും. പ്രവാചകന്മാർ ദൗത്യം അതാണ്. രണ്ടാമത് കർത്താവ് പറയാണ്, നീതിമാനായ മനുഷ്യൻ. ആരാണ് നീതിമാൻ? ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നവരാണ് നീതിമാന്മാർ. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അറിയാമല്ലോ, ഇന്നലെ വരെ നിന്നെക്കുറിച്ച് കേൾവിയായിരുന്നു എന്ന് യോബ് ദൈവം തമ്പുരാനോട് പറയുന്നുണ്ട്. എന്നാൽ ഈ തീപാതയിലൂടെ എന്നെ കൊണ്ടു നടന്ന് അവസാനം നിന്നെ കാണുവാൻ തക്കവണ്ണം സാധ്യമായി എന്ന് ആ നൊമ്പരങ്ങളുടെയും സഹനങ്ങളുടെയും ജീവിതത്തിലൂടെ മറ്റുള്ളവന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഈ ലോക ജീവിതത്തിൽ മദർ തെരേസയും അതുപോലെ മഹാത്മാഗാന്ധിയും അവർ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവാണ് എൻ്റെ മാർഗദർശനമെന്ന്, ക്രിസ്തുവാണ് എൻ്റെ വെളിച്ചമെന്ന്. കുഷ്ഠരോഗിയിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു എന്ന് മദർ തെരേസയും, എൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയും, അവരാണ് യഥാർത്ഥ സാക്ഷ്യത്തിൻ്റെ അനുഭവം. അത് നീതിമാന മനുഷ്യരെ കുറിച്ചുള്ളതായ പ്രവചനം അപ്രകാരമാണ്. മൂന്നാമത് പരിചയപ്പെടുത്തുന്നത് ശിഷ്യന്മാരെ കുറിച്ചാണ്. ആരാണ് ശിഷ്യൻ? അവരിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നവനാണ് ശിഷ്യൻ. ഇവിടെ പറയുന്നത് മരുഭൂമിയിൽ അല്പം വെള്ളം കൊടുക്കുന്നവന് അത് തിരികെ ലഭിക്കുമെന്നാണ്. അല്പം വെള്ളം എന്നതിലൂടെ മരുഭൂമിയിൽ അർത്ഥമാക്കുന്നതാണ് അവന്റെ ജീവിതത്തിന്റെ ജീവനെ പിടിച്ചു നിർത്തുന്നതാണ് മരുഭൂമിയിലെ അല്പം വെള്ളം. അത് അപരന് വേണ്ടി കൊടുക്കുവാൻ സാധ്യമാകുന്നു എന്നത് അർത്ഥമാകുന്നത് അപരന് വേണ്ടി നാം മരിക്കുവാൻ തയ്യാറാകുന്ന സാഹചര്യം. യഥാർത്ഥ കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും അങ്ങനെയായിരുന്നില്ലേ? കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കർത്താവേറ്റ പീഡനങ്ങളെ പോലെ മരിക്കുകയും അതനുസരിച്ച് മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് കർത്താവിന്റെ ശിഷ്യന്മാർ. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. പത്രോസ് ശ്ലീഹ ചോദിക്കുകയാണ്, ഇവയൊക്കെയും ഞങ്ങൾ നിന്റെ കൂടെ ചെയ്തിട്ട് ഞങ്ങൾക്കെന്ത് പ്രയോജനം? ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അത് തന്നെയാണ്. ഇനി ഈ പ്രഭാതകാലത്ത് ഈ ദേവാലയത്തിൽ വന്നിരിക്കുക എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ അറിയുവാനും. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭ്യമാകും. അതുമാത്രമല്ല, സ്വർഗത്തിന് നിങ്ങൾ അവകാശികളായി തീരുമെന്ന്.
പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചെലവഴിക്കുന്നുവോ അതൊക്കെയും സ്വർഗത്തിന് അവകാശികളാക്കുവാൻ നമുക്കിടയാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 3 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ഈ ലോകത്ത് ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ലോകത്തിൻ്റെ എല്ലാ മോഡുകളിലും, എല്ലാ വ്യക്തിപരമായ എല്ലാ അനുഭവങ്ങളിലും ഞാൻ വിരാജിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നുണ്ടോ? രണ്ടാമത്, എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അറിയണമെങ്കിൽ അനുതാപമുള്ള ഹൃദയം എന്നിൽ ഉണ്ടാകണം. അത് കുരിശിലേക്കുള്ള എൻ്റെ യാത്രയായിരിക്കും, സഹനങ്ങളിലൂടെയുള്ളതായ എൻ്റെ വഴികളായിരിക്കും. മൂന്നാമത്, അപ്രകാരം നീ സഹനം ഏറ്റെടുത്ത് ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ പ്രവാചക ദൗത്യമാകാം, അതല്ലെങ്കിൽ നീതിമാനായ മനുഷ്യനെ പോലെ സ്വന്തം ജീവനെ മറ്റുള്ളവൻ്റെ മുമ്പിൽ ക്രിസ്തുവാക്കി രൂപപ്പെടുത്തുന്നതാകാം. അതല്ല എങ്കിൽ ഒരു ശിഷ്യനെ പോലെ അപരന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനു വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന അനുഭവമാകാം. അവസാനമായി, ഇതൊക്കെയും നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, ലോകപരമായ നഷ്ടങ്ങളുടെ അനുഭവമാണെങ്കിൽ കർത്താവ് പറയുകയാണ്, നീ എന്തെല്ലാമാണോ നഷ്ടപ്പെടുത്തിയത് അത് നിനക്ക് 30-ആയും 60-ആയും 100-ആയും ഫലങ്ങൾ ലഭിക്കും എന്ന് മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും നീ പ്രാപിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നിത്യജീവന്റെ അനുഭവം ലഭ്യമാകുമോ? ഇന്ന് തിരികെ പോകുമ്പോൾ, ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നോടൊപ്പം പോരുവാൻ സാധ്യമാകുന്നുണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കുവാൻ സാധ്യമാകണം. സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ല ഒരു ദിവസവും നല്ലൊരു വർഷവും ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. നീതിയ നിന്നാചാര്യന്മാരും